ഞാനും മിനിമം ആദ്യം ആക്ച്വലി മീറ്റ് ചെയ്യുന്ന വെച്ചാൽ മാട്രിമോണി ത്രൂ ആണ്. അപ്പോൾ ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അർജുൻ എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടാണ്, അനിയൻ തന്നെ. അപ്പോൾ അവൻ പറഞ്ഞു, അണ്ണാ നമുക്ക് കുറേ നാളായാലും ഇങ്ങനെ സിംഗിളായിട്ട് നടക്കുന്നത്, നമുക്ക് ഇതാവണ്ടേന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ മാട്രിമോണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൗദിയിലായിരുന്ന എൻ്റെ അവിടുത്തെ ഇന്ത്യൻ നമ്പർ വർക്ക് ചെയ്യില്ല, അർജുൻ്റെ നമ്പറാണ് ഇന്ത്യയിൽ കൊടുത്തിരുന്നത്, ഞാൻ അവിടെ ഇരുന്നത്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ ഫിൽട്ടർ. നന്ദുവിൻ്റെ ഫ്രണ്ടാണ് മാട്രിമോണി തുടങ്ങിയിട്ടല്ലേ. നന്ദുവിന് വേണ്ടിയിട്ട് നന്ദു ഫ്രണ്ട്സായിട്ട് തുടങ്ങിയൊരു മാട്രിമോണിയൊക്കെ ഉണ്ട്. അറിയാതെ അതിൽ ഞാനാണ് ഫസ്റ്റ് റിക്വസ്റ്റ് ഇട്ടേ. വൈകുന്നേരം റിക്വസ്റ്റ് ഇട്ടു, അത് ഡിക്ലൈൻ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഡിക്ലൈൻ ആണ്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. ഉച്ചയ്ക്ക് ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു ഹായ് ഇൻസ്റ്റഗ്രാമിൽ വന്നു. ഇത് മാട്രിമോണിയിൽ വന്നപ്പോൾ ഇവൻ നമ്മളോട് പറഞ്ഞില്ല. ആക്ച്വലി ഇവർ നമ്മൾ സംസാരിച്ചു, ഇവർ മീറ്റ് ചെയ്തു. അപ്പോഴും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. മീറ്റ് ചെയ്ത ശേഷം ഇവർ തമ്മിൽ ക്യാരക്ടേഴ്സ് തമ്മിൽ അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടപ്പോൾ അവൻ ചേട്ടനോട് പറഞ്ഞു, ഇവൻ്റെ ചേട്ടൻ അപ്പനോട് പറഞ്ഞു, അന്ന് ആലോചിച്ച പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടീനെ എനിക്ക് നല്ല വൈബ് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ്, ബാക്കി എന്തൊക്കെയുണ്ട്, പക്ഷേ എനിക്കറിയില്ല വർക്കൗട്ട് ആവുമെന്ന്. അതെന്ത് പറ്റി? എനിക്ക് അറിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു അവളും എൻ്റെ വൈഫും തമ്മിൽ എന്തൊക്കെയോ ടോക്ക് നടന്നു, ഞാനുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന് പറയാടോ എനിക്ക് ആ പെൺകുച്ചിനെ മതി. ഐ മീൻ ദാറ്റ്സ് വാട്ട് ലൈക്ക് എന്നെയൊക്കെ നന്നായിട്ട് കുറേ കാര്യങ്ങളിൽ അവളുടെ കാര്യങ്ങൾ ഇപ്പം സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ നോട്ടീസ് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. മാളുവിൻ്റെ കാര്യം പറയുന്നത് തൊട്ട് അവൻ ഭയങ്കര ഹാപ്പിയാണ്. സോ അവർ ബോത്ത് ഒരു ഹാപ്പി, ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി കപ്പിളാണ്. ഞാൻ സ്റ്റേജിൽ ഇമോഷണൽ ആയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പ്, അവിടെ നിന്നൊരു വേറൊരാളമ്മ അവനെ സ്നേഹിക്കുന്നു, അവനെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെപ്പറേഷൻ ഉണ്ടാവുമല്ലോ, അതിലുണ്ടാകുന്നൊരു ഇമോഷനാണ്. പക്ഷേ എന്നും അവൻ എൻ്റെ കുട്ടി തന്നെയാണ്. എൻ്റെ അനിയനും അദ്വൈതും നന്ദു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ നമ്മൾ 6 years ഗ്യാപ്പ് ഡിഫറൻസ് ഉണ്ട്. അവർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ UKG പഠിക്കുമ്പോൾ ഇതേപോലെ പെട്ടെന്നൊരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, പെട്ടെന്നൊരാളെ കാണുന്നു, ഒരു കുഞ്ഞു കൊച്ചിനെ. എനിക്ക് ആരാണെന്ന് പോലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു അന്നത്തെ പ്രായത്തിൽ. ബ്രദറാണോ, എൻ്റെ ഒരു മോനാണോ, ഐ മീൻ ആ ഒരു ഫ്രണ്ടാണോ, ആ റിലേഷൻഷിപ്പ് എനിക്ക് ഇതുവരെയും ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അങ്ങനെ ഒരാൾ എനിക്കിപ്പോഴും അവൻ ആ ചെറുപ്പത്തിലുള്ള ഒരു മുട്ടയൊക്കെ അടിച്ചൊരു ഫോട്ടോ ഉണ്ട് വീട്ടിൽ. പെട്ടെന്നൊരു ദിവസം അവന് കല്യാണം ആലോചിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ വാസ് ലൈക്ക് ഓ അത്രയൊക്കെ വളർന്നില്ലേ എന്നൊരു തോന്നൽ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എത്തിയിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 6 years ആയി. അപ്പം ഞാൻ വന്ന സമയത്ത് നന്ദു ലൈക്ക് കോളേജിൽ പഠിക്കുകയാണ്, ലൈക്ക് ലാസ്റ്റ് ഇയർ എന്തോ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയം. അപ്പം അന്ന് അവൻ ഫുള്ളിങ്ങനെ കുട്ടിക്കളി, ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ആ ഒരു കോളേജ് പയ്യനുള്ളൊരു വൈബായിരുന്നു. അപ്പോൾ അതിൽ നിന്നിപ്പം അവനിങ്ങനെ ഈ മാളുവിൻ്റെ കാര്യം ആദ്യം പറയുമ്പോൾ അവനൊന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കെന്തോ ഹസ്ബൻഡ് പറഞ്ഞ പോലെ എന്തോ ഒരു അങ്ങനെ തോന്നി, ലൈക്ക് ഇവനെന്തോ ഒരു വൈബ് സെറ്റായിട്ടുണ്ടെന്നുള്ള രീതിയിൽ. ഞാൻ മിക്കവാറും ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ടൈം എപ്പോഴാണോ കറക്റ്റായിട്ട് നന്ദൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അതെങ്ങനെയാണ് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല. കൃത്യം ഞാൻ എപ്പോൾ സങ്കടം വന്നിട്ടാണെങ്കിലും എന്തെങ്കിലും ഒരു ഇതായിട്ട് ഇരിക്കുകയാണെങ്കിലും അപ്പം കറക്റ്റായിട്ട് നന്ദു എൻ്റെ പറയുന്നത് മുഴുവനും കേട്ടിരിക്കും. പിന്നെ എനിക്ക് നന്ദനെ കണ്ടപ്പോൾ തന്നെ തോന്നിയത്, സംസാരിച്ചപ്പോഴും തോന്നി സംബന്ധിച്ചാൽ എൻ്റെ ചേട്ടന്മാരെ പോലെ ഏകദേശം. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സിമിലാരിറ്റി കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് നന്ദുവിൽ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതലൊരു ആദ്യം തന്നെ ഒരു അടുപ്പം തോന്നിയത്. സത്യം പറഞ്ഞാൽ വേർതിരിക്കുക, നല്ല ടെൻഷനുണ്ട്. നല്ല ടൈം എടുത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് എടുത്തിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ കുറേ നാൾ ഇവിടെ ഇല്ലാത്തതാണ്. അപ്പോൾ അവൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ വെരി മച്ച് ഐ ലവ് യു സോ മച്ച്. ലൈക്ക് അത്രയും അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.